ആരെ പോലെ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ത് വീഡിയോ ആണെന്ന് അച്ചു പറഞ്ഞു കൊടുക്ക. കഴിഞ്ഞ വീഡിയോ ടോയ്സിന്റെ ഇട്ടപ്പോൾ അതിൽ 8.7K വ്യൂസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുവിധം ചാനലിൽ തന്നെ നല്ല വ്യൂസ് കയറിയ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കുറച്ച് ടോയ്സ് മാത്രമാണ് നമ്മളെടുത്ത് കാണിക്കുന്നത്. അച്ഛൻ ഇനിയും ഒരുപാട് ടോയ്സ് പെട്ടികളിലാക്കിയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു സൺഡേ ലീവ് ആയതുകൊണ്ട് നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വേറൊരു പെട്ടി ടോയ്സ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ടോയ്സ് എവിടെ? ടോയ്സ് വരൂ, പോന്നോട്ടെ. ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾക്ക് കിട്ടിയത് അതല്ല, ഇതൊരു ടോയ് ആണ്. അപ്പു ചെറുതായിരിക്കുന്ന സമയത്ത് അച്ഛ കൊണ്ടുവന്ന ടോയ് ആണത്. ഇത് ഒരുപാട് പീസസ് ഇനിയും ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ കുറേ പീസസ് ഒന്നും കാണാനില്ല. ഓക്കെ, ഇതിവിടെ വെക്കാം. ഇതൊരു കവറിൽ അങ്ങനെ ഇട്ടതുകൊണ്ട് നമുക്കിതിവിടെ വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ടോയ് സ്പൈഡർമാൻ്റെ ഒരു ടോയ് ആണ്. അപ്പു ആണ് സ്പൈഡർമാൻ്റെ ഫാൻ ആയിരുന്നത് ഇപ്പൊ ചെറുപ്പത്തിൽ, പക്ഷെ ഇപ്പൊ അച്ചുവും ഫാൻ ആയി. പിന്നെ ഇത് പുതിയത് ദുബായിൽ ഓക്കെ, ഷാർക്കിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പറയുന്നത്? അതല്ല, ഈ ടോയിന്റെ പ്രത്യേകത. ഇതിന്റെ വായി തുറക്കാൻ പറ്റും. ഇതിന് വേറൊരു പ്രത്യേകത. അത് അപ്ഷു കാണിച്ചു കൊടുക്ക. എന്നിട്ട് അതിനെ ഉള്ളിലേക്ക് ആക്കി വെക്കാം. ഓക്കെ, അച്ഛൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ ബോളാണ്. അത് ബർത്ത്ഡേക്ക് കിട്ടിയ ബോളാണെന്ന് ആരാ പറഞ്ഞത്? ആരെ പോലെ? ഈ ടോയിന് നമുക്കൊരു ഒരു സൂത്രപ്പണി ചെയ്യാൻ പറ്റും. എങ്ങനെ അറിയോ? എന്ത് ചെയ്യാൻ അറിയോ? ഇത് ഇങ്ങനെ മാത്രമല്ല, നമുക്ക് വേറൊരു രീതിയിലും കൂടെ ഇതിന് ചെയ്യാൻ പറ്റും. ഡോറ ബുജിയിലെ ബുജി ഇങ്ങനെ കിടക്കണ പോലെ ഉണ്ടാവും. ഇതാണ് നമ്മളുടെ ഡോറയുടെ ബുജി. എത്രാമത്തെ ബർത്ത്ഡേക്ക് ഓർമ്മയുണ്ടോ? അത് ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഇവിടുത്തെ നൈബേഴ്സ് ഏട്ടന്മാരൊക്കെ കൊണ്ട് അവർ പിരിച്ചിട്ട് പൈസയൊക്കെ പിരിച്ചിട്ട് അവർ കൊണ്ടുവന്ന് തന്ന ഇതാണ്, ടോയ് ആണത്. അടുത്ത ഏട്ടന്മാര്. ഓക്കെ, നെക്സ്റ്റ്. അത് അപ്പുവിന്റെ ബർത്ത്ഡേക്ക് കിട്ടിയതാണെന്ന് തോന്നുന്നു. അത് അടുത്ത ടോയ് എടുക്കും. ആ ടോയ് വവ്വാലല്ലാതെ ഡ്രാഗനാണ്, കുട്ടി ഡ്രാഗൺ. എനിക്ക് ഡ്രാഗനെ കാണുന്ന സമയത്ത് ഒരു കഥ ഓർമ്മ വരും. എന്താ അറിയോ, ചേച്ചി ചെറുപ്പത്തില് ഈ ഒരു ഡ്രാഗൺ കാണുന്ന സമയത്ത് എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് പോഗ ചാനലിൽ ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. ആ കാർട്ടൂണിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അതിലെ സീൻസും കഥയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. രണ്ട് കുട്ടികൾ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരുടെ ഒരു മാജിക് ബാസ്ക്കറ്റ്, അതിൻ്റെ ഉള്ളിൽ അവർ രണ്ടുപേരും ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടർ വേൾഡിൽ പോകുന്ന പോലെയും അവിടെ കുറേ ഡ്രാഗൺസ് ഒക്കെ ഉണ്ടാവും. ആ ഡ്രാഗൺസിലെ ഒരു ഡ്രാഗനെ പോലെയാണ് എനിക്ക് ഈ ഡ്രാഗനെ തോന്നുന്നത് എപ്പോഴും. എൻ്റെ ചെറുപ്പത്തിലെ വൺ ഓഫ് മൈ ഫേവറേറ്റ് കാർട്ടൂൺ ആയിരുന്നു. ആൻഡ് കാർട്ടൂൺ ചാനൽസിലെ എൻ്റെ ഫേവറേറ്റ് പോഗോ ചാനലായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും പോഗോ ചാനൽ കണ്ടിട്ടുണ്ട്, അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പോഗോ ചാനലിലെ ഏത് കാർട്ടൂൺ ആയിരുന്നു നിങ്ങൾ ചെറുപ്പത്തിൽ കാണാറുണ്ടായിരുന്നത് എന്നും ഇപ്പോഴും യൂട്യൂബിലൊക്കെ അത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത് ഏതാണ് കാർട്ടൂൺ എന്നുള്ള പേരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പോഗോ ചാനൽ ഇവർക്കൊക്കെ അറിയുമോ എന്ന് ചോദിക്കാം.
അച്ഛനറിയോ പോഗോ ചാനൽ എന്താന്ന്? പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. അപ്പൊ അന്നൊക്കെ ദുബായി പോയപ്പോ ഒരു പ്രാവശ്യം പോക്കോ ചാനലിൽ ചുമ്മാ അടിച്ചു നോക്കിയപ്പോ ഹിന്ദിയിലൊക്കെ അതെ, അത് ഹിന്ദി ചാനലാണ്. അതിൽ ഒരുപാട് കാർട്ടൂൺസ് ഉണ്ടായിരുന്നു. ഇപ്പൊ കൊച്ചു ടി വി ഒക്കെ ഇല്ലേ, നിങ്ങൾ കാണുന്ന കൊച്ചു ടി വി ഒക്കെ ഇല്ലേ, അതുപോലെ ഒരു ഫേമസ് ചാനലായിരുന്നു അന്നത്തെ പോഗോ CN കാർട്ടൂൺ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ചാനൽ. ഇനി ഒരുപാട് ചാനൽസ് ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് CN പോഗോ ചാനലും ആയിരുന്നു എന്റെ ഫേവറേറ്റ്. പ്രത്യേകിച്ച് പോഗോ ചാനലിലെ മിസ്റ്റർ ബീൻ ഉണ്ടല്ലോ, മിസ്റ്റർ ബീൻ, ഓസ്വാൾഡ്, ഇതൊക്കെയായിരുന്നു എന്റെ ഫേവറേറ്റ്. അപ്പൊ നിങ്ങളുടെ കാർട്ടൂൺസിന്റെ ഫേവറേറ്റ്സ് അച്ഛൻ ആക്ച്വലി ഏത് കാർട്ടൂണാണ് ഫേവറേറ്റ് ആയിട്ട് കാണുക? അച്ഛന്റെ ഫേവറേറ്റ് കാർട്ടൂൺ ഏതാന്ന് ആലോചിച്ചൊന്ന് പറയും. മിസ്റ്റർ ബീനെ നമ്മളിപ്പോൾ യൂട്യൂബ് ചാനലിൽ അത് ഞാൻ പറഞ്ഞു കൊടുത്ത് ഞാൻ കാണിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഇവർക്കൊക്കെ മിസ്റ്റർ ബീൻ ആരാണെന്നൊക്കെ അറിയാൻ തുടങ്ങിയത്. നമ്മൾ യൂട്യൂബിലാണ് അത് കാണാറുള്ളത്. ഇപ്പോൾ പോഗോ ചാനൽ നമ്മൾ ഇവിടെ കേബിളും സാറ്റലൈറ്റ് ഒന്നും ഡിഷ് TV ഒന്നും ഇല്ലാത്ത കാരണം യൂട്യൂബ് ചാനലിലാണ് നമ്മൾ പോഗോ എടുത്ത് കാണാറുള്ളത്. അപ്പുവിന്റെ ഫേവറേറ്റ് കാർട്ടൂൺ ഏതാ? മിസ്റ്റർ ബീസ്റ്റ് അല്ല, മിസ്റ്റർ ബീൻ. അയ്യോ, ഓക്കെ. അപ്പൊ ബാക്ക് ടു വീഡിയോ. ലിറ്റിൽ കൃഷ്ണ. പിന്നെ ഷിൻചാനൊക്കെ നമ്മൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ കാണും കേട്ടോ. ഞാൻ ഷിൻചാൻ കാണും, അതെ, ഡോറിമോൻ കാണും, മോട്ടു പത്ലു കാണും. അങ്ങനെ ഒരുപാട് കാർട്ടൂൺസ് ഒക്കെ നമ്മൾ കാണാറുണ്ടെങ്കിലും എനിക്ക് ഫേവറേറ്റ് ഓസ്വാൾഡും പിന്നെ പോഗോ ചാനലിലെ മിസ്റ്റർ ബീനും അതൊക്കെ തന്നെയായിരുന്നു. ആൻഡ് അതുപോലെ നിങ്ങളുടെയും ഫേവറേറ്റ് കാർട്ടൂണിന്റെ പേരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്.